ഒരു പിഴച്ച സിസ്റ്റത്തിന് എങ്ങനെ ഒരു സ്പോർട്ടിനെ കൊല്ലാൻ കഴിയുന്നതെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ വരൂ, കേരളത്തിലേക്ക് വരൂ, ഇവിടുത്തെ സിസ്റ്റത്തിലേക്ക് നോക്കൂ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയും അതിന് പിണിയാളാകുന്ന ചില അസോസിയേഷനുകളെയും നിങ്ങൾക്ക് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല, കേരളത്തിൻ്റെ കായിക മേഖലയെ മുഴുവൻ പിച്ച് ചീന്തി കൊന്നു കൊല വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറ്റകളാണ് ഇവിടുത്തെ സിസ്റ്റത്തിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ വികാരം മുഴുവൻ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ചെറ്റകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GCDയെ കാണിച്ച് തെണ്ടിത്തരമാണ് എന്നിപ്പോൾ പറയേണ്ടി വരും. കാരണം അവസാന നിമിഷം എല്ലാ മത്സരങ്ങൾക്കും കൂടി 20 ലക്ഷത്തിലധികം ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചത്ത് കിടക്കുന്നവൻ്റെ ശവത്തിൽ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഈ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ നെറുകെട്ട നയങ്ങൾ നമ്മൾ കണ്ടതാണ്. ചില ആളുകൾ ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെതിരെ നടത്തുന്ന പ്രശ്നങ്ങളൊക്കെ, പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പൂട്ടിയിടുക, പരിശീലനത്തിന് അനുവദിക്കാതിരിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, പ്രസ് കോൺഫറൻസ് നടക്കാൻ ആളുകൾ വരുന്ന സമയത്ത് അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ട് അവിടെ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ എത്ര മ്ലേച്ഛകരമായിട്ടുള്ള നടപടിയാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുന്ന കാര്യം പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇവന്മാർ ഈ തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചിട്ട് ആ വേദന മാറാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ ഇരുന്നപ്പം തേങ്ങ വീഴുന്ന അവസ്ഥ. അത്രയും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയെ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യും. കാരണം GCD എന്ന് പറയുന്ന തേങ്ങാക്കൊല ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണല്ലോ. അവന്മാർക്ക് ഈ ഒരു സ്പോർട്ടിനെയോ ക്ലബിനെയോ ഈ സംവിധാനത്തിനെയോ രക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി പോകത്തില്ല. കൊൽക്കത്തയിലേക്ക് നോക്കിയാലും ഒഡീഷയിലേക്ക് നോക്കിയാലും തമിഴ്നാട്ടിലേക്ക് നോക്കിയാലും എല്ലാം ഗവൺമെൻറ്റുകൾ നൽകുന്ന സപ്പോർട്ട്, ഗോവയിലൊക്കെ നോക്കിയാലും നമുക്ക് ആ ഒരു സപ്പോർട്ടിൻ്റെ ചെറിയൊരു കണക്ക് കാണാം. ഇവിടെ എങ്ങനെയൊക്കെ ഊറ്റിപ്പിഴിഞ്ഞ് നശിപ്പിക്കാവോ അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറ്റകൾ ഈ സംവിധാനത്തിനെ നശിപ്പിച്ചും പുച്ഛിച്ചു, അപമാനിച്ചു, പരിഹസിച്ചിറക്കി വിടുകയാണെന്ന് ബ്ലാസ്റ്റേഴ്സിനെ ചെയ്തത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെതിരെയും ഗ്രൂപ്പിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർ അനുഭവിച്ചത് വെറും തെണ്ടിത്തരമാണ്. അമ്മാതിരി തെണ്ടിത്തരമാണ് ഇവിടുത്തെ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല.